ഷാജി രാഘവൻ, കേരളത്തിന് ഒരു തരത്തിലും ബോധ്യപ്പെടാത്ത ഒരു വിചിത്രവാദം അതുതന്നെയല്ലേ അമിത്ഷാ കേരളത്തിലെ എം പിമാർ നിവേദനം നൽകുമ്പോഴും അതിനോട് പ്രതികരിച്ചുകൊണ്ട് നടത്തിയ ഈ സമീപനത്തിനുള്ളൂ. വലിയ വിവേചനം മറ്റു പല സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന തമിഴ്നാട്ടിലെ വലിയ ദുരന്തത്തിൽ വലിയ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ സഹായം നൽകുന്നതിന് തയ്യാറാകുന്നു. കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം കടുംവെട്ട് നിലപാട് സ്വീകരിക്കുന്നു, വിവേചനപരമായി പെരുമാറുന്നു. കോടതിക്ക് പോലും ആ നിലയിൽ വലിയ അതൃപ്തി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട്. ഇന്നും അത് പ്രതിഫലിച്ച ദിവസമാണ്. എങ്ങനെ നാട്ടുകാരോട്, കേരളീയരോട് നിങ്ങൾക്ക് കേരളത്തിലെ BJPക്ക് പറഞ്ഞു നിൽക്കാനാകും, വിശദീകരിക്കാനാകും? നോക്കൂ ശരത്, 3.5 മാസം കഴിഞ്ഞു, 115 ദിവസമായി വയനാട്ടിലെ 1-2 പ്രദേശങ്ങളില് മുണ്ടക്കൈ, ചൂരൽമല, അതേപോലുള്ള സ്ഥലങ്ങളിൽ ദുരിതമുണ്ടായി. അതെ അതെ, ആയിക്കോട്ടെ. ഇപ്പൊ ഞങ്ങൾ പറയുമ്പോഴാണല്ലോ പ്രശ്നം. സംസ്ഥാനത്തെ PWD മന്ത്രിക്കും അല്ലല്ല ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞു വിട്ടെ, തുടങ്ങിയതല്ല ഉള്ളൂ. സംസ്ഥാന മന്ത്രിയും കോൺഗ്രസിന്റെ MLA യും പറയുമ്പോ അല്ല ഞങ്ങൾ പറയുമ്പോ പ്രശ്നം. ഞാൻ അതുകൊണ്ടാണ് മുണ്ടക്കൈ, ചൂരൽമല എന്ന് പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിച്ചതാണ്. ഞങ്ങൾ പറയുമ്പോൾ അത് പ്രശ്നമാക്കണ്ട. ഞങ്ങൾ മാത്രം പറയുമ്പോൾ വയനാട് ദുരന്തം എന്ന് പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പൊ നിലവിൽ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പൊ എന്തായാലും ശരത്തെ 1.5 മാസമായില്ലേ? ഈ 1.5 മാസം നമ്മൾ ഇതുവരെയും പറഞ്ഞത് ഇനിയൊന്ന് മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേ? മാറ്റി പറയണ്ടേ ഇനിയെങ്കിലും? ഇന്ന് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുത്ത മറുപടി, കേരളത്തിലെ MP കൊടുത്ത കത്തിന് മറുപടിയായി കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖത്തേറ്റ അടിയല്ലേ ശരിക്കും? എന്തായിരുന്നു കഴിഞ്ഞ 115 ദിവസമായിട്ട് കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമല്ലേ? എന്തൊക്കെ പറഞ്ഞു? ഫണ്ട് കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞു. ഏറ്റവും അവസാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്താണ് പറഞ്ഞത്? ഇത് സംബന്ധിച്ച് പുനരധിവാസം, വളരെ എഫക്റ്റീവായ പുനരധിവാസം സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള PDNA റിപ്പോർട്ട് വന്ന് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് മെമ്മോ, അതാണ് സമഗ്രവും സയന്റിഫിക്കുമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ദുരന്തം നടന്ന സ്ഥലത്തെ പുനരധിവസിപ്പിക്കുക മാത്രമല്ല, അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ശക്തമായ നിലയിൽ, കൂടുതൽ എഫക്റ്റീവായ നിലയിൽ ആ ഗ്രാമങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് എന്നാ ശരത്തെ കൊടുത്തത്? വയനാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന ദിവസം നവംബർ 13 കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കൊടുത്തിട്ടപ്പോ ദിവസം എത്രയായി? ഇന്ന് 1 മാസം ആണില്ല. എന്നിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പറഞ്ഞത് കേന്ദ്രം ഒന്നും ചെയ്തില്ല. വളരെ കൃത്യമായി അമിത്ഷാ ഇന്ന് പറഞ്ഞിട്ടില്ലേ? SDRF അതായത് ദുരന്തം ഉണ്ടായത് ജൂലൈ മാസം 30-ാം തീയതിയാണ്. 30/7/24 31/7/2024 145 കോടി രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് SDRF കൊടുക്കുകയാണ്. അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുകൂടാതെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 1/10 ഒക്ടോബറിൽ വീണ്ടും കൊടുക്കുന്ന 145 കോടി. ഇത് കൊടുക്കുമ്പോൾ പോലും 782 രൂപ, 782.99 കോടി രൂപ നമ്മുടെ SDRF ഫണ്ടിൽ ഉണ്ട് നിലവിൽ. ഇതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കിടപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ BJP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച ഏതാണ്ട് 100ഓളം കോടി രൂപയുണ്ട്. അത് കൊടുത്തത് എക്സ്ക്ലൂസീവ്ലി ഫോർ വയനാടിനാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് മുണ്ടക്കൈ, ചൂരൽമല ദുരന്തത്തിനാണ്. എന്തേ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ശരത്തെ? നിങ്ങൾ ഈ പറയുന്നതാണോ പ്രശ്നം? കേരളത്തിന്റെ ക്യാബിനറ്റ് സെക്രട്ടറി അവർ വയനാട്ടിൽ ചെന്നപ്പോൾ അവരോട് അവിടുത്തെ ആൾക്കാരെന്താ ദുരിതത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞത്? അവർ താമസിക്കുന്ന വീടിന് വാടക കൊടുക്കുന്നില്ല, വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഇന്ന് പോലും ഈ വിഷയം വീണ്ടും സജീവമായപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളുടെ മുമ്പിൽ വന്ന് ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? അവരത് തന്നെയാണ് ഇന്നും സൂചിപ്പിച്ചത്. അവർക്ക് കെട്ടിടത്തിന് വാടക കൊടുക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടക്കുന്നില്ല. പ്രാഥമികമായി ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ കഴിഞ്ഞ നവംബർ മാസം 13-ാം തീയതി കൊടുത്ത ഡീറ്റെയിൽഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പണം കിട്ടിയിട്ട് വേണോ സംസ്ഥാന ഗവൺമെന്റ് ഇത് ചെയ്യാൻ?
സംസ്ഥാന ഗവൺമെന്റ് എന്താണ് നാളിതുവരെ അവിടെ ചെയ്തത്? അതല്ലേ സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഷാജി വരാം. ഞാൻ വെല്ലുവിളി സംസ്ഥാന ഗവൺമെന്റ് ഈ ദുരന്തത്തിൽ ഒരു വെല്ലുവിളിയുടെ ആവശ്യമൊന്നുമില്ലെന്നേ. ഷാജി വരാം. ദുരന്തത്തിൽ ഒരു വെല്ലുവിളിയുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ വരാം, ഞാൻ താങ്കളിലേക്ക് വരാം. പറഞ്ഞത് വെച്ച് സംസാരിക്കാം. ഏതായാലും ചർച്ച തീരെയല്ലോ, തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ താങ്കൾ തന്നെ പറഞ്ഞു നവംബർ 13-നാണ് ആ റിപ്പോർട്ട് നൽകിയത് എന്ന് താങ്കൾ തന്നെ ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും മന്ത്രി കൊടുത്ത മറുപടിയിൽ പറയുന്നത് എന്താണ്? പ്രത്യേക ധനസഹായം നൽകില്ല. അതിലേറ്റവും സുപ്രധാനമായ റിപ്പോർട്ട് കിട്ടി, അതിൽ തീരുമാനമെടുക്കാനിരിക്കുന്നു, അല്ലെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നത് പ്രത്യേക ധനസഹായം നൽകില്ല എന്നാണ്. അങ്ങനെ ഒരു നിലപാട് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നു എന്ന പ്രശ്നം, ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്.